നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ഭരണ ചരിത്രത്തിൽ പുതുചരിത്രം കുറിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാലം തിരഞ്ഞെടുക്കപ്പെട്ട് അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് നരേന്ദ്രമോദി ഇന്നലത്തോടുകൂടി മറികടന്നിട്ടുള്ളത്. ചരിത്രപരമായ നേട്ടത്തിൽ മോദിയെ പ്രശംസിച്ച് ലോക നേതാക്കളൊക്കെ രംഗത്തെത്തി. എന്തായാലും ഒരു സാധാരണ പശ്ചാത്തലത്തിൽ നിന്നും വന്ന് നമ്മുടെ രാജ്യത്തെ 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തെ തുടർച്ചയായി 3 തവണ നയിക്കുക എന്നുള്ളതൊരു വലിയ നേട്ടമാണ്. ഇന്ന് ഒട്ടേറെ വാർത്തകളുള്ള ദിവസമാണ്. KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര, ഒപ്പം തന്നെ ട്രോളിംഗ് നിരോധനം, US വീണ്ടും ഇറാനിൽ ആക്രമണം നടത്തിയിരിക്കുന്നു, ഒപ്പം തന്നെ കാൽപന്ത് കളിയുടെ മാമാങ്കത്തിന് നാളെ തുടക്കമാവുകയാണ്. അങ്ങനെ ഒട്ടേറെ വാർത്തകളുടെ വിശദാംശങ്ങളിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് കേരളം തുടങ്ങുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിക്കുന്നതിൽ അന്തിമ തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ. പദ്ധതി നടപ്പാക്കുക ഘട്ടം ഘട്ടമായി. IAS പിന്നാലെ IPS തലപ്പത്തും മാറ്റങ്ങൾക്ക് സാധ്യത. കേരള തീരത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. പ്രതിഷേധവുമായി ബോട്ടുടമകളും മത്സ്യത്തൊഴിലാളികളും. ശാസ്ത്രീയ പഠനമില്ലാതെയാണ് നിലവിലെ നിരോധന കാലമെന്ന് ആരോപണം. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്നു. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. വധശ്രമക്കേസിൽ ഒളിവിലായിരുന്ന തിരുവനന്തപുരം BJP കൗൺസിലർ സുഗതൻ അറസ്റ്റിൽ. പിടികൂടിയത് നാടകീയമായി. പോലീസിനെ വളഞ്ഞ അനുയായികൾ തുരത്താൻ വെടിയുതിർത്ത SHO. തന്നെയും കുടുംബത്തെയും മർദ്ദിച്ചുവെന്ന് സുഗതൻ. പോലീസുകാർക്കും പരിക്ക്. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിലിരുന്ന നേതാവെന്ന റെക്കോർഡ് സ്വന്തമാക്കി നരേന്ദ്രമോദി. ഇന്ന് പ്രധാനമന്ത്രി പദത്തിൽ തുടർച്ചയായ 4399 ദിവസം പൂർത്തിയാക്കും. മറികടന്നത് ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡ്. ഇറാനിൽ വീണ്ടും US ആക്രമണം. സൈനിക നീക്കം. ഒമാൻ തീരത്ത് അമേരിക്കൻ സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർന്നു വീണതിന് പിന്നാലെ സ്വയം പ്രതിരോധമെന്നും ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെന്നും US വിശദീകരണം. തിരിച്ചടിച്ച് ഇറാനും. ഫുട്ബോൾ ലോകകപ്പിന് നാളെ കിക്ക് ഓഫ്. ആദ്യ മത്സരം ദക്ഷിണാഫ്രിക്കയും മെക്സിക്കോയും തമ്മിൽ. മത്സരം ഇന്ത്യൻ സമയം അർദ്ധരാത്രി 12:30. ഉദ്ഘാടനം ഗംഭീരമാക്കാൻ പോപ്പ് താരം ഷക്കീറ ഉൾപ്പെടെയുള്ള വൻ താരനിര. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ഇന്നുണ്ടാകും. മന്ത്രിസഭാ യോഗത്തിലായിരിക്കും ഇത് സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടാവുക. നിലവിൽ ഓർഡിനറിയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര 100 ദിവസത്തേക്ക് അനുവദിക്കാനാണ് ധാരണയായിട്ടുള്ളത്. VD സതീശൻ സർക്കാരിന്റെ പ്രകടന പത്രികയിലെ ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഒന്നായ പദ്ധതി ജൂൺ 15 മുതൽ പ്രാവർത്തികമാകും. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് IAS പിന്നാലെ IPS തലപ്പത്തെ മാറ്റങ്ങൾക്കും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടായേക്കും. കഴിഞ്ഞ ദിവസമാണ് IAS തലത്തിലൊക്കെ ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടായത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്ത്, പറഞ്ഞ പോലെ തന്നെ ഇന്ന് മന്ത്രിസഭാ യോഗമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ദിരാ ഗ്യാരണ്ടികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ സ്ത്രീകളുടെ സൗജന്യ യാത്രയാണ്. KSRTC ബസ്സിലെ. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു തീരുമാനത്തിലൊക്കെ എത്തിയിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ഇന്നുണ്ടാകും. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ IPS തലത്തിലും ശ്രദ്ധേയമായൊരു മാറ്റം ഉണ്ടാവുക എന്നുള്ളതാണ്. തീർച്ചയായും ഗുഡ് മോർണിംഗ്. ഈ പോലീസ് തലപ്പത്ത് മാറ്റമുണ്ടാകും. അതിനു മുമ്പ് തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട് അത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഗ്യാരണ്ടിയാണ്. അത് പ്രകടന പത്രികയിൽ അവർ നൽകിയിരിക്കുന്ന പ്രധാന ഗ്യാരണ്ടികളിൽ ഒന്നാണ് ഇന്നിപ്പോൾ നടപ്പാക്കുന്നത്. അതിന്റെ പ്രഖ്യാപനമടക്കം ഒരുപക്ഷെ ഇന്നുണ്ടാവും. 15-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്രയായിരിക്കുമെന്ന പ്രഖ്യാപനം ആദ്യം തന്നെ ഉണ്ടായിരുന്നതാണ്. എന്നാൽ അത് ഏത് രീതിയിൽ നടപ്പാക്കണമെന്നത് സംബന്ധിച്ച് വിവിധ
തലങ്ങളിൽ ചർച്ചകളടക്കം നടന്നിരുന്നു. ആ ചർച്ചകളുടെയൊക്കെ അവസാനം ഇപ്പോൾ ഓർഡിനറിയിൽ 100 ദിവസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ പദ്ധതി നടപ്പാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് 100 ദിവസം ഈ പദ്ധതി നടപ്പാക്കുകയും ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നത് കണ്ടതിന് ശേഷം മാത്രം തുടർന്ന് ദിവസങ്ങളിൽ നടപ്പാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് സംബന്ധിച്ച കൂടുതൽ ചർച്ചകൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലുണ്ടാവും. 712 കോടി രൂപയാണ് ഒരു മാസത്തേക്ക് ഇത് പ്രകാരം KSRTCക്ക് നഷ്ടമുണ്ടാകും, സാമ്പത്തിക നഷ്ടമുണ്ടാകുന്ന. ആ സാമ്പത്തിക നഷ്ടം സർക്കാർ നികത്തും എന്നാണ് പ്രധാനമായും അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പ്രധാന അജണ്ടയായി തന്നെയുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമുണ്ടാകുക. കാരണം അത് VD സതീശൻ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഇന്ന് വിശദമായൊരു ചർച്ചയുണ്ടാകും. നേരത്തെ മുതൽ തന്നെ ഇക്കാര്യത്തിൽ വിവിധ തലങ്ങളിൽ ചർച്ചകൾ നടന്നിരുന്നു. ആ ചർച്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിലേക്ക് കഴിഞ്ഞ ദിവസവും മന്ത്രിസഭാ യോഗത്തിലെത്തിയിരുന്നു. എന്നാൽ ഇന്ന് വിശദമായി ചർച്ചയാവുകയും ഇക്കാര്യത്തിൽ ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 712 കോടി രൂപയുടെ ഒരു നഷ്ടം സർക്കാരിൻ്റെ KSRTCക്ക് ഒരു മാസം ഉണ്ടാവും. അത് സർക്കാർ നികത്തുമെന്നാണ് മന്ത്രി തന്നെ അറിയിച്ചിട്ടുള്ളത്. മന്ത്രി തന്നെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യത്തിൽ വിശദമായ ചർച്ചയും ഒപ്പം തന്നെ പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും എന്ന കാര്യവും അദ്ദേഹം വെച്ചിരുന്നു. നേരത്തെ തന്നെ അമ്പിളി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് IAS തലപ്പത്ത് വലിയൊരു മാറ്റം. പുതിയ സർക്കാർ അധികാരമേറ്റാണ്. പുതിയ സർക്കാർ അധികാരമേൽക്കുമ്പോൾ തങ്ങളുടേതായ ഒരു ഭരണ കാര്യങ്ങളിലേക്ക്, ഭരണ നിർവഹണ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതിന് അവർക്ക് IAS തലപ്പത്തടക്കം അഴിച്ചുപണികൾ വേണമായിരുന്നു. ആ അഴിച്ചുപണികൾ കഴിഞ്ഞ ആഴ്ച കൊണ്ട് പൂർത്തീകരിച്ച് പുതിയ ആളുകളെയൊക്കെയും വേണ്ട രീതിയിൽ അവർ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് പോലീസ് തലപ്പത്തുള്ള അഴിച്ചുപണിയാണ്. അതും എന്തു തന്നെയായാലും ഉടൻ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരുന്നതാണ്. അതിൻ്റെ ഭാഗമായി തന്നെ ഈ പോലീസ് തലപ്പത്ത് ഉണ്ടായേക്കാവുന്ന അഴിച്ചുപണികൾ സംബന്ധിച്ച് വിശദമായ ചർച്ചകളടക്കം MR അജിത് കുമാറിൻ്റെ കാര്യമൊക്കെ അറിയാം. ഈ ആലപ്പുഴയിലെ മർദ്ദനമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് MR അജിത് കുമാറിൻ്റെ പങ്കടക്കം. അപ്പോൾ ഒരു പക്ഷേ MR അജിത് കുമാറിനെതിരെ എന്ത് നടപടിയായിരിക്കും, ഇനി ഏത് പോസ്റ്റിലേക്കായിരിക്കും. നിലവിൽ ഇപ്പോൾ ബെബ്കോയിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹം ഇനി എങ്ങോട്ടായിരിക്കും അദ്ദേഹത്തെ മാറ്റുക എന്നത് സംബന്ധിച്ച് ഒരു കൃത്യതയൊക്കെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിനെതിരെ ഒരു ശക്തമായ നടപടിയൊക്കെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റ് ആളുകൾ ആരൊക്കെയാണ് മാറ്റം വരുന്നത്, ഈ പോലീസ് തലപ്പത്ത് ആർക്കൊക്കെ മാറ്റമുണ്ടാകുമെന്നത് സംബന്ധിച്ചും ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുകയും അതിൽ പ്രഖ്യാപനമുണ്ടാകും എന്നുമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അമ്പിളി, ശരി. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പ്രതീക്ഷിക്കുകയാണ്. നിലവിൽ ഓർഡിനറിയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര 100 ദിവസത്തേക്ക് അനുവദിക്കാനാണ് ധാരണ. ഒപ്പം തന്നെ രജിത്ത് സൂചിപ്പിച്ച പോലെ സിവിൽ സർവീസിൽ ഒരു സമഗ്ര അഴിച്ചുപണി. കഴിഞ്ഞ ദിവസം IAS തലപ്പത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങളുണ്ടായിരുന്നു. ഇനി IPS തലപ്പത്തും മാറ്റങ്ങൾക്ക് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടായേക്കും. അതിന് മുന്നോടിയായി ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ കൂടിക്കാഴ്ച നടത്തും. അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളെല്ലാം നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് രജിത് കുമാറാണ്. ഇനി മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ കേരള തീരത്ത് ഇന്നു മുതൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. കടലിലെ മത്സ്യസമ്പത്ത് സംരക്ഷിക്കാനും മത്സ്യങ്ങളുടെ പ്രജനനത്തിന് അനുകൂല സാഹചര്യം ഒരുക്കാനുമൊക്കെയാണ് സർക്കാർ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അർദ്ധരാത്രി മുതൽ ജൂലൈ 31 വരെയാണ് നിരോധനം. യന്ത്രവൽകൃത ട്രോളർ ബോട്ടുകൾക്ക് കടലിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ടെങ്കിലും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് നിയന്ത്രണങ്ങളോടെ മത്സ്യബന്ധനം തുടരാം. നിരോധനം മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് അധികൃതർ പറയുമ്പോൾ ഉപജീവന പ്രതിസന്ധി ഉയർത്തിക്കാട്ടി ബോട്ടുടമകളും തൊഴിലാളികളും ഒക്കെ ഈ ട്രോളിംഗിൽ ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും സുധീഷ് ചേരുന്നുണ്ട്. സുധീഷ്, ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ഇനി അങ്ങോട്ട് തീരമേഖലയിൽ വറുതിയുടെ കാലമാണ്. ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾ ഒരു വലിയ പ്രതിഷേധവും ഈ ട്രോളിംഗുമായി പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? തീർച്ചയായും അമ്പിളി, 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനമാണ് അർദ്ധരാത്രി മുതൽ നിലവിൽ വന്നത്. ഇനി ജൂലൈ 31 മാത്രമാണ് യന്ത്രവൽകൃത ബോട്ടുകൾക്ക് ഈ മത്സ്യബന്ധനത്തിനുള്ള അനുമതിയുള്ളത്. ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്നത് നീണ്ടകര ഹാർബറിലാണ്. ഇവിടെ യന്ത്രവൽകൃത ബോട്ടുകളൊക്കെ തന്നെ കെട്ടിയിട്ടിട്ടുണ്ട്. ഒപ്പം പരമ്പരാഗത ബോട്ടുകൾ പക്ഷേ മത്സ്യബന്ധനത്തിനുള്ള തയ്യാറെടുപ്പുകളും ഒക്കെ നടത്തി വരുന്നു. കാരണം ഈ ട്രോളിംഗ് സമയത്ത് യന്ത്രവൽകൃത ബോട്ടുകൾക്ക് മാത്രമാണ് നിയന്ത്രണമുള്ളത്. പക്ഷേ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഈ സമയം കടലിൽ പോയി മത്സ്യബന്ധനം നടത്താം എന്നുള്ളൊരു ആശ്വാസം ഈ ഒരു മേഖലയുമായി
പണിയെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കുണ്ടെങ്കിൽ പോലും യന്ത്രവൽകൃത ബോട്ടുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു നഷ്ടമാണ് ഈ സമയത്ത് സംഭവിക്കുന്നത് എന്ന തരത്തിലുള്ള ആക്ഷേപമൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ട്രോളിംഗ് നിരോധനം ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ട്രോൾ വലകൾ ഉപയോഗിക്കുന്ന വലിയ ബോട്ടുകൾ കടലിൽ മത്സ്യബന്ധനം നടത്താൻ അനുമതിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ ചെറുവള്ളങ്ങളും ഔട്ട്ബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ച ബോട്ടുകളും പരമ്പരാഗത വലകൾ ഉപയോഗിച്ച ബോട്ടുകളും ഒക്കെയാണ് ഈ സമയത്ത് മത്സ്യബന്ധനം നടത്തുന്നത്. പ്രധാനമായും സംസ്ഥാനത്തെ എല്ലാ മത്സ്യബന്ധന കേന്ദ്രങ്ങളിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു നിരോധനത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ ബോട്ടുകളൊക്കെ തന്നെ ഇങ്ങനെ അടുക്കിയിട്ടേക്കുന്ന അല്ലെങ്കിൽ നിരത്തിയിട്ടേക്കുന്ന ഒരു കാഴ്ച. അതിന് 52 ദിവസത്തേക്ക് ഈ ബോട്ടുകൾക്കൊന്നും തന്നെ കടലിലേക്ക് പോകാൻ അനുമതിയില്ല. ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിനും ഈ ഒക്കെ ആയിട്ട് ഫിഷറീസ് വകുപ്പും കോസ്റ്റ് ഗാർഡും മറൈൻ എൻഫോഴ്സ്മെന്റും നേവി തുടങ്ങിയ ഏജൻസികളൊക്കെ തന്നെ ഇക്കാര്യങ്ങൾ സംയുക്ത പരിശോധനകൾക്കായി എപ്പോഴും ജാഗരൂകരായി തന്നെ ഉണ്ടാകും. നിരോധനം ലംഘിച്ച് കടലിൽ മത്സ്യബന്ധനത്തിനിറങ്ങുന്ന ബോട്ടുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ബോട്ടുകൾ ഒക്കെ ഈ ഹാർബറുകളോടും മറ്റ് തീരങ്ങളോടും ഒക്കെ ചേർത്ത് അടുപ്പിച്ചിട്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കൊല്ലത്തായാലും മറ്റ് എല്ലാ തുറമുഖ തീരദേശ മേഖലകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ ഈ സമയത്തൊക്കെ ഉന്നയിക്കുന്ന ഈ ബോട്ടുടമകൾ ഉന്നയിക്കുന്ന ഒരു പ്രധാന ആക്ഷേപമുണ്ട്. കാരണം ഈ മത്സ്യബന്ധന നിരോധിത ഈ കാലയളവ്, അതായത് ഈ ട്രോളിംഗ് നിരോധനം നടക്കുന്ന ഈ സമയം, അത് യഥാർത്ഥത്തിൽ ഈ ട്രോളിംഗ് നിരോധനം ഈ സമയത്താണോ വേണ്ടത് എന്ന തരത്തിലുള്ള ഒരു ആശങ്ക അവർ പങ്കുവെക്കുന്നുണ്ട്. കാരണം അവർ പറയുന്നത് നിരവധി വിലപിടിപ്പുള്ള മത്സ്യങ്ങൾ ലഭിക്കുന്ന, കയറ്റുമതി പ്രാധാന്യമുള്ള മത്സ്യങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ സാഹചര്യത്തിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഈ മത്സ്യങ്ങളൊക്കെ തന്നെ ഈ മൺസൂണിൻ്റെ ഈ ഒഴുക്കിനനുസരിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഒഴുകിപ്പോവുകയും ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ അവർ ഈ മത്സ്യബന്ധനം നടത്തി അതൊരു വലിയ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇത്തരത്തിൽ വലിയൊരു ലാഭത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് കണക്കുകൾ നിരത്തിക്കൊണ്ട് തന്നെയാണ് അവർ പറയുന്നത്. കാരണം ഈ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ മാസങ്ങളിലാണ് യഥാർത്ഥത്തിൽ ട്രോളിംഗ്, അതായത് പ്രജനന സമയം എന്ന് ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. കാരണം അവരുടെ വാക്കുകൾ നമുക്ക് മുകളിലേക്ക് എടുത്തേ പറ്റൂ. കാര്യം അവർ ഈ മത്സ്യബന്ധന മേഖലയുമായി വർഷങ്ങളായി പണിയെടുത്ത് കഴിയുന്നവരാണ്. അവർക്ക് കൃത്യമായി കാര്യങ്ങളൊക്കെ തന്നെ അറിയാം. പക്ഷേ വർഷങ്ങൾക്ക് മുൻപേ നടപ്പിലാക്കിയ ഒരു സംവിധാനം, ആ ട്രോളിംഗ് നിരോധനം, അത് ഏകദേശം കേരളത്തിൽ നടപ്പിലാക്കിയിട്ട് 38 വർഷം ആയിരിക്കുന്നു. ഈ 38 വർഷവും ഈ ട്രോളിംഗ് നിരോധനം ഈ മാസങ്ങളിൽ നടത്തുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഒരു ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അക്കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പക്ഷേ ഈ സമയങ്ങളിൽ ഈ ട്രോളിംഗ് നിരോധിച്ചുകൊണ്ട് ഈ മത്സ്യബന്ധന ബോട്ടുകൾക്കൊക്കെ നിയന്ത്രണമുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ മത്സ്യബന്ധന മേഖലയുമായി പണിയെടുക്കുന്ന ഈ ബോട്ടുടമകളും അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളും ഈ ഒക്കെ തന്നെ ഈ ഒരു തരത്തിൽ പരാതികളൊക്കെ ഉന്നയിച്ചിട്ട് എല്ലാ വർഷവും അവർ ഈ പരാതികളൊക്കെ ഉന്നയിക്കാറുണ്ട്. പക്ഷേ ആരും തന്നെ അത് മുഖവിലേക്ക് എടുക്കാറില്ല. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. കൊല്ലത്ത് നിന്ന് സുധീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. സുധീഷ് സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ആരംഭിച്ചിരിക്കെ പ്രതിഷേധവുമായി ബോട്ടുടമകളും മത്സ്യത്തൊഴിലാളികളൊക്കെ രംഗത്തുണ്ട്. മത്സ്യസമ്പത്ത് സംരക്ഷിക്കാൻ നിരോധനം ആവശ്യമാണെന്ന് അംഗീകരിക്കുമ്പോഴൊക്കെ ശാസ്ത്രീയ പഠനമില്ലാതെയാണ് നിലവിലെ നിരോധന കാലക്രമം നടപ്പാക്കുന്നത് എന്നാണ് ഇവരുടെ ആരോപണം. യഥാർത്ഥം ഞാൻ ട്രോൾ ചെയ്യേണ്ട സമയത്ത് ഞാൻ കൈയും കാലും പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. ഈത്തപ്പഴം പഴുകുമ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് പറയുന്ന കണക്ക് എല്ലാ വർഷവും മൺസൂൺ കേരളത്തിൽ വരുന്നത് പോലെ മൺസൂണിനോടൊപ്പം വരുന്ന മത്സ്യമാണ് ഈ മാസങ്ങളിൽ ഞങ്ങൾ പിടിക്കുന്നത്. ഈ മത്സ്യങ്ങൾ ബാക്കി 9 മാസവും ഞങ്ങളുടെ കടലിൽ ഈ മത്സ്യങ്ങൾ കാണാറില്ല. ഈ 3 മാസം മാത്രമാണ് ഈ മത്സ്യങ്ങൾ വരുന്നത്. ഈ സമയത്ത് ഞങ്ങൾ പിടിച്ച് കെട്ടിയിടും. ഈ മത്സ്യങ്ങൾ വഴി മറ്റ് അടുത്ത സ്റ്റേറ്റുകളിലേക്കോ അടുത്ത രാജ്യങ്ങളിലേക്കോ വേണേൽ പോകും. ട്രോളിംഗ് നിരോധന സമയത്ത് പരമ്പരാഗത മേഖലയ്ക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ അനുവാദമുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് അന്യ സംസ്ഥാനത്ത് നിന്ന്, തമിഴ്നാട്ടിൽ നിന്നും മറ്റും വള്ളങ്ങൾ വന്നിട്ട് യഥാർത്ഥത്തിൽ അടിത്തട്ടിലെ മത്സ്യങ്ങൾ പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്. അപ്പം ട്രോളിംഗ് നിരോധനത്തിന്റെ ഉദ്ദേശശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ വർഷങ്ങളിലൊക്കെ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കുന്നത്. മത്സ്യങ്ങളുടെ പ്രജനനത്തിനും മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനുമായി വർഷം തോറും ഏർപ്പെടുത്തുന്ന ട്രോളിംഗ് നിരോധനത്തിനെതിരെയാണ് ബോട്ടുടമകളും മത്സ്യത്തൊഴിലാളികളും പ്രതിഷേധം ശക്തമാക്കുന്നത്. നിരോധനത്തിന്റെ ആവശ്യകതയെ എതിർക്കുന്നില്ലെങ്കിലും നിലവിലെ സമയക്രമം ശാസ്ത്രീയമായി പുനഃപരിശോധിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. പൂർണ്ണ വളർച്ചയെത്തിയ മത്സ്യങ്ങളാണ് ഈ കാലയളവിൽ കൂടുതലായി ലഭിക്കുന്നതെന്നും യന്ത്രസഹായത്തോടെ മത്സ്യബന്ധനം നടത്തുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ഉപജീവനത്തെ നിരോധനം ബാധിക്കുകയാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യയിലെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഫിഷിംഗ് ബാനാണ് നടപ്പിലാക്കുന്നത്. കേരളത്തിൽ മാത്രം അത് 3500ഓളം യന്ത്രവൽകൃത ബോട്ടുകൾക്ക് മാത്രമായി ചുരുക്കിയിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ഇവിടുത്തെ മത്സ്യസമ്പത്തൊന്നും സംരക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. ഇങ്ങനെ നടപ്പിലാക്കുന്നതുകൊണ്ടാണ് നമ്മളെ മത്സ്യലഭ്യതയുടെ കാര്യത്തിൽ കേരളം 1ാം സ്ഥാനത്തായിരുന്ന നമ്മളിന്ന് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നത്. ഈ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കിയ ശേഷം ഇന്ന് വരെ ശാസ്ത്രീയമായ ഒരു പഠനവും അതിനുശേഷം ഇവിടെ നടന്നിട്ടില്ല. ഇവിടെ ഈ ട്രോളിംഗ് നിരോധനം വേണോ വേണ്ടയോ, ശാസ്ത്രീയമാണോ അശാസ്ത്രീയമാണോ, ഇത് മീൻ ഈ സമയത്ത് തന്നെയാണോ മുട്ടയിടുന്നത്, അതായത് വരുന്ന മീനാണോ, ഇങ്ങനെയുള്ള ഒരു പഠനങ്ങളും ശാസ്ത്രീയമായിട്ട് ഇവിടെ നടന്നിട്ടില്ല. ഇതിനിടെ ഡീസൽ വില വർധനയും പ്രതികൂല കാലാവസ്ഥയും മത്സ്യബന്ധന മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. നിരോധന കാലത്ത് അന്യസംസ്ഥാന ബോട്ടുകൾ കേരള തീരത്ത് മത്സ്യബന്ധനം നടത്തുന്നതും
ആശങ്ക വർദ്ധിപ്പിക്കുന്നതായി ബോട്ടുടമകൾ പറയുന്നു. സംസ്ഥാനത്ത് 4000-ഓളം ബോട്ടുകൾ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ ട്രോളിംഗ് നിരോധനം കയറ്റുമതി ഉൾപ്പെടെയുള്ള അനുബന്ധ വ്യവസായങ്ങളെയും ബാധിക്കുമെന്നാണ് മുന്നറിയിപ്പ്. മത്സ്യസമ്പത്തിന്റെ സംരക്ഷണവും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനവും സംരക്ഷിച്ചുകൊണ്ടുള്ള ട്രോളിംഗ് നിരോധനം എത്രത്തോളം ഫലപ്രദമാണ് എന്നതാണ് ബോട്ടുടമകളുടെ ആശങ്ക. ഈ ആശങ്കകൾക്ക് നടുവിലാണ് ഇനി 52 ദിനം തീരദേശം വറുതിയുടെ ദിനങ്ങളിലേക്ക് മാറുന്നത്. പ്രദീപ് വാളത്തുകലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. വധശ്രമക്കേസിൽ ഒളിവിലായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൗൺസിലർ സുഗതൻ പിടിയിലായി. വാഴോട്ടുകോണം വാർഡ് കൗൺസിലറായ സുഗതനെ അറസ്റ്റ് ചെയ്യുന്നതിനിടെ പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു. സുഗതനെ പിടികൂടുന്നതിനിടെ അനുയായികൾ പോലീസിനെ വളഞ്ഞു. തൊട്ടു പിന്നാലെയാണ് SHO വിപിൻ ആകാശത്തേക്ക് വെടിവെച്ചത്. 2 ദിവസം കൂടെ എനിക്ക് അന്വേഷണം ബോസാണ്. അന്വേഷണം സാധാരണ 2 ദിവസം വേണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ എന്റെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്തു. എന്റെ വീട്ടിൽ നിന്ന് വെടിവെച്ചു വരും. എന്റെ കൊച്ചിന് മയനായിട്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി രജിത് കുമാർ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. രജിത്ത്, സൂചിപ്പിച്ച പോലെ തന്നെ വധശ്രമ കേസിൽ ഒളിവിലായിരുന്നു സുഗതൻ. നേരത്തെ തന്നെ ഇയാൾ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ്. പക്ഷേ പിടികൂടാൻ പോലീസിന് അതിസാഹസികതയൊക്കെ കാണിക്കേണ്ടി വന്നു. തീർച്ചയായും വട്ടിയൂർക്കാവ് വാഴോട്ടുകോണം വാർഡിലെ കൗൺസിലറാണ് സുഗതന് നേരത്തെ തന്നെ ഈ വട്ടിയൂർക്കാവ് അടുത്തുള്ള ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടിപിടി കേസിൽ വധശ്രമ കേസുമായി ബന്ധപ്പെട്ട് സുഗതനെതിരെ കേസുണ്ടായിരുന്നു. ഈ കേസിൽ ഹൈക്കോടതി ജാമ്യാപേക്ഷ നിഷേധിച്ച സാഹചര്യത്തിലാണ് പോലീസ് 7-ാം തീയതി പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു കോടതിയിൽ നിന്നും. ആ നിർദ്ദേശം പാലിക്കാത്തൊരു സാഹചര്യത്തിലാണ് ഇയാൾ വീട്ടിലുണ്ടെന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇന്നലെ രാത്രി 12 മണിയോടെ ഇയാളുടെ വീട്ടിൽ വളയുകയും അറസ്റ്റ് ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. അതേ സമയത്ത് തന്നെ വലിയൊരു പ്രതിരോധം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാണ് പോലീസുകാർ വ്യക്തമാക്കുന്നത്. സുഗതൻ്റെയും സഹോദരൻ്റെയും ജ്യേഷ്ഠൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിരോധമുണ്ടായി. ആ പ്രതിരോധത്തിൽ പ്രവർത്തകർ അടക്കം അവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു, നാട്ടുകാരടക്കം എത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ പ്രതിരോധത്തെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് CI വിപിൻ വെടിയുതിർത്തത്. അദ്ദേഹം ആകാശത്തേക്ക് വെടിവെക്കുകയും ആളുകളെ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായാണ് വെടിയുതിർത്തത് എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇവർ തമ്മിലുള്ള ഒരു സംഘർഷത്തിൽ വിപിനും അതുപോലെ തന്നെ SI ആയിട്ടുള്ള അഭിജിത്തിനും പരിക്കുമേറ്റിട്ടുണ്ട്. ഇവർ ചികിത്സയിലുമാണ്. നിലവിലിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം റിമാൻഡ് അടക്കമുള്ള നടപടിയിലേക്ക് പോകും. കാരണം നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. ആ സമയത്താണ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി നീങ്ങുന്നത്. അങ്ങനെ ഹൈക്കോടതി കൂടി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിനുള്ള ശ്രമം നടത്തിയത്. ഈ സംഘർഷത്തിനിടയിൽ ഇയാളുടെ ഭാര്യയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. അല്ലെങ്കിൽ ഭാര്യയെ പിടിച്ചു തള്ളുകയും കുഞ്ഞിനെയും പിടിച്ചു തള്ളുകയും ചെയ്തു എന്നാണ് ഭാര്യ ആരോപിക്കുന്നത്. എന്ത് തന്നെയായാലും നിലവിൽ ഇപ്പോൾ ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങുകയും ചെയ്യും. ശരി, വധശ്രമ കേസിൽ ഒളിവിലായിരുന്ന BJP കൗൺസിലർ സുഗതനെ പോലീസ് പിടികൂടി. സുഗതൻ നേരത്തെ തന്നെ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ്. വധശ്രമ കേസിൽ സുഗതന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രജിത് കുമാർ. ഗുഡ് മോർണിംഗ് കേരളത്തിൽ കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളും ഒക്കെ നോക്കേണ്ടതുണ്ട്. കാണാം ഒരിടവേളയ്ക്ക് ശേഷം. വീണ്ടും തെരഞ്ഞെടുപ്പിലൂടെ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്ന നേതാവെന്ന റെക്കോർഡ് സ്വന്തമാക്കുകയാണ് നരേന്ദ്രമോദി. ഇന്നേക്ക് പ്രധാനമന്ത്രി പദത്തിൽ തുടർച്ചയായ 4399 ദിവസങ്ങൾ അദ്ദേഹം പൂർത്തിയാക്കും. ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് നരേന്ദ്രമോദി ഇതോടെ മറികടക്കുന്നത്. ഇന്നലെ മോദി സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയിരുന്നു. नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति 2024 മെയ് 26 രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ നരേന്ദ്രമോദി ഇന്നേക്ക് പ്രധാനമന്ത്രി പദത്തിൽ 4399 ദിവസങ്ങൾ പൂർത്തിയാക്കും. ഇതോടെ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തി ഏറ്റവും കൂടുതൽ കാലം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ച നേതാവെന്ന റെക്കോർഡ് മോദിക്ക് സ്വന്തം. साथियों,
मैं आज विशेष रूप से देश की नारी शक्ति का अभिनंदन करूंगा. പ്രഥമ പ്രധാനമന്ത്രി നെഹ്റുവിന്റെ റെക്കോർഡാണ് നരേന്ദ്രമോദി മറികടന്നത്. 1947 മുതൽ പ്രധാനമന്ത്രിയാണെങ്കിലും 1952 മെയ് 13 മുതൽ 1964 മെയ് 27 വരെ 4398 ദിവസങ്ങളായിരുന്നു തിരഞ്ഞെടുപ്പിലൂടെ അധികാരമേറ്റ പ്രധാനമന്ത്രി എന്ന നിലയിൽ നെഹ്റുവിന്റെ കാലയളവ്. ഈ റെക്കോർഡാണ് നരേന്ദ്രമോദി മറികടന്നത്. एक रुकावट चुभती थी, लेकिन इसी सदन ने धारा 360 आर्टिकल 370 हटा के 2014 മുതലുള്ള കാലയളവിൽ നോട്ട് നിരോധനം, സർജിക്കൽ സ്ട്രൈക്ക്, ജമ്മു കശ്മീർ ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ, ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങി നിർണായക തീരുമാനങ്ങളെടുത്ത് നടപ്പിലാക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു. രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്ന റെക്കോർഡ് ഇന്ദിരാഗാന്ധിക്കാണ് 5416 ദിവസം. പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ കാലയളവിൽ 1977 മുതൽ 1980 വരെ 1026 ദിവസം ഇടവേള വന്നിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡ് 2029 മാർച്ചിൽ നരേന്ദ്രമോദി മറികടക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. മധ്യപ്രദേശിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിൽ പ്രതിഷേധം. ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിട്ട് കണ്ട് പരാതി നൽകും. ഹൈദരാബാദ് കോടതിയിൽ നിലനിൽക്കുന്ന ക്രിമിനൽ കേസ് വിവരങ്ങൾ മറച്ചുവെച്ചെന്ന BJPയുടെ പരാതിയിലാണ് മീനാക്ഷി നടരാജന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയത്. ഇന്നലെ രാത്രി പരാതി അറിയിക്കാനെത്തിയ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിന് മുമ്പിൽ തടഞ്ഞിരുന്നു. തുടർന്ന് നേതാക്കൾ കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. വിഷയത്തിൽ കോടതിയെ സമീപിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. To the Election Commission. Sir, do you think sir, completely undemocratic? ഇറാനിൽ വീണ്ടും US ആക്രമണം. ഒമാൻ തീരത്ത് അമേരിക്കൻ സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർന്നു വീണതിന് പിന്നാലെയാണ് സൈനിക നീക്കം. സ്വയം പ്രതിരോധമെന്നാണ് തിരിച്ചടിയിൽ USന്റെ വിശദീകരണം. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ അന്യായമായ പ്രകോപനത്തിന് ആനുപാതികമായ മറുപടി എന്നാണ് സൈനിക നീക്കത്തിന് പിന്നാലെ US സെൻട്രൽ കമാൻഡ് നൽകിയ വിശദീകരണം. ഹോർമുസ് കടലിടുക്കിന് സമീപമാണ് അമേരിക്കൻ കരസേനയുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർന്നു വീണത്. തങ്ങളുടെ അത്യാധുനിക ഹെലികോപ്റ്ററുകളിൽ ഒന്നാണ് ഇറാൻ വെടിവെച്ചിട്ടതെന്നും തക്കതായ മറുപടി നൽകുമെന്നും ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ട്രംപിന്റെ ആരോപണം ഇറാൻ നിഷേധിച്ചു. ഹെലികോപ്റ്റർ തകർത്തതിന് പിന്നിൽ തങ്ങളല്ലെന്നും പ്രദേശത്തെ സംഘർഷാവസ്ഥ കാരണം ഇത്തരം സംഭവങ്ങൾ ഉണ്ടായേക്കാമെന്നും ഔദ്യോഗിക വിശദീകരണത്തിൽ ഇറാൻ വ്യക്തമാക്കി. തെക്കൻ ഇറാൻ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ വ്യോമാക്രമണം നടക്കുന്നത്. സിറിക്, മിനാബ് എന്നിവ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളിൽ നിരവധി സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി നാട്ടുകാർ പറയുന്നു. ഇറാനും തിരിച്ചടി തുടങ്ങിയിട്ടുണ്ട്. മറുപടി നൽകാതെ വിടില്ലെന്ന് ഇറാൻ പ്രതികരിച്ചു. അതിനിടെ മേഖലയിലെ വിദേശ സേനകൾക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകി. വിദേശ സേനകൾ മേഖല വിടണമെന്നും സേനകളുടെ സാന്നിധ്യം അവർക്ക് തന്നെ ഭീഷണിയാണെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഒരിടവേളയ്ക്ക് ശേഷം US ഇറാൻ ആക്രമണം വീണ്ടും തുടങ്ങുമ്പോൾ കടുത്ത ആശങ്കയിലാണ് ലോകം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിൽ അതിജീവിതയുടെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് അധ്യക്ഷനായ പുതിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്നതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് അതിജീവിത ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, നേരത്തെ തന്നെ സിംഗിൾ ബെഞ്ചിന്റെ കണ്ടെത്തലുണ്ടായിരുന്നു ഈ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പലതരം ഈ ദൃശ്യങ്ങൾ കണ്ടു എന്നൊക്കെയുള്ളത്. അതിനുശേഷം ഈ ഹർജി പോയ ശേഷം ജഡ്ജി മാറുന്നു. ഇന്ന് പുതിയ ബെഞ്ചിലേക്ക് വരുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട വളരെ കൃത്യമായ തരത്തിൽ തന്നെയുള്ള അന്വേഷണം ഹൈക്കോടതിയുടെ ഭാഗത്ത് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ അതിനൊരു സമിതി ഉണ്ടായിരുന്നു. ആ സമിതിയിൽ ഉൾപ്പെട്ട ജഡ്ജിയാണ് പിന്മാറിയത്. അങ്ങനെയാണ് ഇപ്പോൾ കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചിലേക്ക് ഈ ഹർജി എത്തുകയും ഇക്കാര്യത്തിൽ, അതായത് അതിജീവിത മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട പരാതി എന്ന് പറഞ്ഞാൽ ഹാഷ് വാല്യൂ മാറി എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥർ, അതിൽ കോടതിയുടെ ജീവനക്കാർ അടക്കമുള്ളവർക്കെതിരെ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. അവർക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കണമെന്നുള്ള 3 തവണയാണ് ഹാഷ് വാല്യൂ മാറിയിട്ടുള്ളത്. മാത്രമല്ല,
മാത്രമല്ല സുപ്രീം കോടതിയുടെ കർശനമായ നിർദ്ദേശമുണ്ടായിരുന്നു. ആ നിർദ്ദേശത്തിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് ഇത്തരത്തിലുള്ള രഹസ്യ സ്വഭാവമുള്ള തെളിവുകൾ ഒരു തരത്തിലും പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലേക്ക് ഇടരുത്, മറ്റ് സാങ്കേതിക സംവിധാനത്തിൽ പരിശോധിക്കണമെന്നുള്ളതാണ്. അത് മറികടന്ന് ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ഈ മെമ്മറി കാർഡ് മൊബൈലിൽ ഇട്ട് ഈ ദൃശ്യങ്ങൾ പരിശോധിക്കുകയും അത് മറ്റു തലങ്ങളിലേക്ക് അയക്കുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് പ്രധാനമായി പരാതിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഗൗരവമായി പരിഗണിക്കുകയും ഒപ്പം തന്നെ കൃത്യമായ നിയമ നടപടി ഉണ്ടാകുകയും ചെയ്യണം എന്നുള്ളതാണ് പ്രധാന ആവശ്യം. അങ്കമാലിയിലും അതുപോലെ തന്നെ പിന്നീട് വിചാരണ കോടതിയിലൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിജീവിത പറയുന്നത്. അതുകൊണ്ട് വിശദമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണം. അതോടൊപ്പം തന്നെ ഇവർക്കെതിരെ നിയമപരമായ നടപടി വേണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. ഏതായാലും കോടതിയുടെ ഭാഗത്ത് നിന്ന് വിശദമായ വാദം കേട്ട ശേഷം ഒപ്പം തന്നെ ഫോറൻസിക്കിന്റെ പരിശോധനാ ഫലം അടക്കം പരിശോധിച്ചായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. ശരി, നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിൽ അതിജീവിതയുടെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് അധ്യക്ഷനായ പുതിയ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും കെ പ്രശാന്ത്. ഇനി മറ്റു വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഇന്ന് മുതൽ മഴയുടെ ശക്തി കുറയുമെന്നാണ്. ഇന്ന് വടക്കൻ ജില്ലകളിൽ മാത്രമായി മഴ പരിമിതപ്പെടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ അവിടെയൊക്കെ ഇന്ന് മഞ്ഞ അലേർട്ടാണ്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ലക്ഷ്മി പ്രിയ ചേരുന്നുണ്ട്. ലക്ഷ്മി, ഈ കാലവർഷം തുടങ്ങിയ സാഹചര്യത്തിൽ തന്നെ വടക്കൻ കേരളത്തിലായിരുന്നു ശക്തമായ മഴ അനുഭവപ്പെട്ടിരുന്നത്. ഇന്നിപ്പോൾ കാലവർഷം കുറയുന്നു എന്ന് പറയുന്നു. മഞ്ഞ അലേർട്ടാണുള്ളത്. മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശവും ഒക്കെ എങ്ങനെയാണ്? അമ്പിളി, ഇന്ന് 5 വടക്കൻ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളും എല്ലാം ഈ ജില്ലകളിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു മഴയ്ക്ക് പുറമെ ശക്തമായ കാറ്റിന് ഇടിമിന്നലിനും സാധ്യതയുണ്ട്. 50 കിലോമീറ്റർ വരെ വേഗതയിലുള്ള ശക്തമായ കാറ്റിനാണ് സാധ്യതയുള്ളത്. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസവും സമാനമായുള്ള രീതിയിൽ കാറ്റ് ഈ ജില്ലകളിലെല്ലാം അനുഭവപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഈ ജില്ലകളിലെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒരു ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം തന്നെയാണ് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം അറിയിച്ചിരിക്കുന്നത്. അവർ പ്രധാനമായും പറയുന്നത് വീടിൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന മരങ്ങളെല്ലാം അതിൻ്റെ ചില്ലകളെല്ലാം വെട്ടിമാറ്റേണ്ടതാണ് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഏതായാലും 5 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടുതലായിട്ടും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം റെഡ് അലർട്ടാണ് കോഴിക്കോട് അടക്കമുള്ള ജില്ലകളിൽ പ്രഖ്യാപിച്ചിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഈ ജില്ലകളിലെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് സ്ഥിതി മാറുന്നൊരു സാഹചര്യമുണ്ട്. റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും എല്ലാം മാറി യെല്ലോ അലർട്ടിലേക്ക് മാത്രം അത് ചുരുങ്ങുന്നുണ്ട്. അതേസമയം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ഇത്തരത്തിലൊരു മഴ കാലവർഷം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. എന്നാൽ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് അടക്കം നീങ്ങുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ മാസങ്ങളെ എടുത്തു നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ശക്തമായ ചൂടാണ് ജില്ലകളിലെല്ലാം അനുഭവപ്പെട്ടിരുന്നത്. എന്നാൽ കാലവർഷം അതിശക്തമല്ല എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. അമ്പിളി, ശരി, സംസ്ഥാനത്ത് ഇന്ന് മുതൽ മഴയുടെ ശക്തി കുറയും. ഇന്ന് വടക്കൻ ജില്ലകളിൽ മാത്രമായി മഴ പരിമിതപ്പെടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് യെല്ലോ അലേർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ സാധ്യതയുണ്ട്. ഒപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനൊക്കെ സാധ്യത പ്രവചിക്കുന്നുണ്ട്. ലക്ഷ്മി പ്രിയയാണ് വിശദാംശങ്ങൾ നൽകിയത്. 2 ദിവസം മഴ പെയ്താൽ കോട്ടയം പാറപ്പാടം ദേവീക്ഷേത്രത്തിന്റെ മുറ്റത്ത് വെള്ളം കയറും. 3-ാമതൊരു ദിവസം കൂടി മഴ പെയ്താൽ പിന്നെ ഇവിടെ ദർശനം പോലും സാധ്യമാകില്ല. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ക്ഷേത്രം ഉയർത്തി പുനർനിർമ്മാണം നടത്തണമെന്നത് ഭക്തജനങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ്. എന്നാൽ ദേവസ്വം ബോർഡിന്റെ പരിഗണനയിലുള്ള വിഷയത്തിൽ കോടതിയിൽ നിന്നും അനുമതി ലഭിക്കേണ്ടതുണ്ട്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ക്ഷേത്രമാണ്. വ്യത്യസ്തമായ ചില ആചാരങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട്. അതിലൊന്ന് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറ്റുന്നത് സമീപത്തെ മുസ്ലിം കുടുംബം തോക്കിൽ വെടിയുതിർത്ത ശേഷമാണ് എന്നതാണ്. മറ്റൊന്ന് ക്ഷേത്രത്തിലേക്ക് കൊടിക്കൂറകൾ നൽകുന്നത് സമീപത്തുള്ള ഒരു ക്രിസ്ത്യൻ കുടുംബമാണെന്നതും. ദിവസേന നൂറുകണക്കിന് ഭക്തർ ദർശനത്തിനായി എത്തുന്ന ക്ഷേത്രമാണെങ്കിലും മഴക്കാലമായാൽ പലപ്പോഴും ദർശനം മുടങ്ങും. കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും ആദ്യം വെള്ളം കയറുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രാങ്കണം.
ഓരോ വർഷവും 2-3 തവണ ക്ഷേത്ര ശ്രീകോവിലിനുള്ളിൽ വെള്ളം കയറി നിത്യപൂജയും മറ്റു ചടങ്ങുകളും ദിവസങ്ങളോളം മുടങ്ങാറുണ്ട്. എല്ലാ വർഷവും ഏറ്റവും കുറഞ്ഞ ഒരാഴ്ചത്തോളം ക്ഷേത്രം അടച്ചിടേണ്ട ഒരു അവസ്ഥ ഇതിനു മുമ്പ് എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട്. വെള്ളപ്പൊക്കം വന്നാൽ ശ്രീകോവിലിന് ഉള്ളിൽ വരെ വെള്ളം കയറി നിത്യപൂജയ്ക്ക് വരെ വിഘ്നം വരുന്ന രീതിയിലുള്ള വെള്ളപ്പൊക്കമാണ് ഇവിടെ വരുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഈ ക്ഷേത്രം 6 അടിയോളം ഉയർത്തി പുനർനിർമ്മാണവും പുനഃപ്രതിഷ്ഠയും നടത്തണമെന്ന ആവശ്യം വളരെ കാലങ്ങളായി ഭക്തജനങ്ങളും ക്ഷേത്രോപദേശക സമിതിയും ഉന്നയിക്കുന്നതാണ്. ദേവസ്വം ബോർഡ് ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ ഭക്തജനങ്ങളിൽ നിന്നടക്കം സംഭാവനകൾ സ്വീകരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതിനാൽ കോടതിയുടെ അനുമതി കൂടി ലഭിച്ച ശേഷം മാത്രമേ ദേവസ്വം ബോർഡിന് അനുമതി നൽകാൻ കഴിയൂ. ഈ നിരന്തരം ഞങ്ങൾ AC ഓഫീസിൽ പോവുകയും അവരെ കാണുകയും AE കാണുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്ത് ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ എന്ന് കഴിഞ്ഞപ്പോൾ ഇതാണ് പറയുന്നത്, കോർട്ട് ഓർഡർ വേണം, അതുകൊണ്ട് എന്നാലേ ഉള്ളൂ നമുക്കത് ചെയ്യാനൊക്കെ ഉള്ളെന്ന്. അത് ഇതേ നമ്മൾ കഴിഞ്ഞ 18-ലെ വെള്ളപ്പൊക്കം എന്ന് പറയും, മതിൽപ്പൊക്കം ഏകദേശം വന്ന വെള്ളം ശ്രീകോവിൽ കളഞ്ഞ് 1 മാസക്കാലത്തോളം ക്ഷേത്രം അടച്ചിടേണ്ടി വന്നത്. പിന്നെയാണ് ഇതിനെപ്പറ്റി ഞങ്ങൾ ഇറങ്ങിയത്. ബോർഡിന് കീഴിലുള്ള വിവിധ ക്ഷേത്രങ്ങളിലെ നിർമ്മാണങ്ങളും സംഭാവനകൾ സ്വീകരിക്കുന്നതും മറ്റും സംബന്ധിച്ച് ഉയർന്ന ആരോപണങ്ങൾ ഹൈക്കോടതിയുടെ അടക്കം പരിഗണനയിലിരിക്കുന്ന സാഹചര്യത്തിലാണ് പുറമേ നിന്നും സംഭാവനകൾ സ്വീകരിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പാറപ്പാടം ക്ഷേത്രത്തിലെ നിർമ്മാണത്തിന് കോടതിയിൽ നിന്നും അനുമതി ലഭിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും വൈകാതെ അനുമതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. അമൃത ന്യൂസ്, കോട്ടയം. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാനാക്രമണമുണ്ടായ ശേഷം നടത്തുന്ന സർവകക്ഷി യോഗങ്ങൾ പ്രഹസനമാകുന്നതായി നാട്ടുകാർ. മരിച്ചവരുടെ ആശ്രിതർക്ക് ധനസഹായം നൽകാനുള്ള തീരുമാനം മാത്രമാണ് യോഗത്തിലുണ്ടാകുന്നത്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഇടുക്കി ചിന്നക്കനാലിൽ ഇതുവരെ കാട്ടാനക്കലിയിൽ പൊലിഞ്ഞത് 47 ജീവനുകൾ. കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ മാത്രം കൊല്ലപ്പെട്ടത് 11 പേർ. ഇതിൽ അവസാനത്തെ ഇരയാണ് ചിന്നക്കനാൽ സിംഗുകണ്ടത്തെ മാരി. കാട്ടാനയാക്രമണത്തിൽ ഓരോ മരണങ്ങൾ സംഭവിക്കുമ്പോഴും പ്രതിഷേധമുയരും. പിന്നെ സർവകക്ഷി യോഗം, ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും രോഷപ്രകടനം, ഉദ്യോഗസ്ഥരുടെ വാഗ്ദാനങ്ങൾ, അവസാനം മരിച്ചവരുടെ ആശ്രിതർക്കുള്ള ധനസഹായ പ്രഖ്യാപനം. ഇതോടെ യോഗം അവസാനിക്കും. ഒപ്പം പ്രതിഷേധങ്ങളും. 1 വർഷത്തിനിടെ ചേർന്നത് 8 യോഗങ്ങൾ. പക്ഷേ പ്രശ്നപരിഹാരം മാത്രം ഉണ്ടാകുന്നില്ല. ഒരു മരണം നടക്കുമ്പോൾ ഇവിടുന്ന് കുറേ ആളുകൾ ഓടി വന്നു കൂടും, എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കും, ശവം അടക്കാനുള്ള തീരുമാനം ഉണ്ടാക്കും. അങ്ങനെ ഒരു തീരുമാനം കൊണ്ട് ജനത്തിന് തന്നെ കാര്യം? ജനത്തിന് അങ്ങനെ ഒരു കാര്യം കൊണ്ട് കാര്യമില്ല. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം, ഒരു സജഷനോ പറയാൻ ഇവർക്ക് പറ്റിയല്ല. വിദഗ്ധ സമിതിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് വന്ന വിദഗ്ധ സമിതി മുഴുവൻ മനുഷ്യനെ ഉപദ്രവിക്കുകയാണ്. ഇത് 2016 മുതൽ ഞങ്ങൾ തുടങ്ങിയതാണ്. ഇതുപോലെ യോഗം കൂടും. ഇത് 8ാമത്തെ യോഗം ഇന്ന് കൂടിയത്. 8ാമത്തെ യോഗം. മരിക്കും, ആഘോഷമായിട്ട് ആൾ കൂടും. രാവിലെ മുതൽ അതിൽ ബന്ധപ്പെട്ട് നാട്ടിൽ കിടക്കുന്ന കുറേ പേര് പട്ടിണി നിൽക്കും. ഇത്രേ ഉള്ളൂ ഇവിടെ ഈ സർവകക്ഷി യോഗം. അല്ലാതെ ജനത്തിന് ഒരു ഗുണം ഇതുകൊണ്ടില്ല. ചിന്നക്കനാലിൽ ചുരുങ്ങിയ പ്രദേശത്തുള്ളത് 17 കാട്ടാനകൾ. ഇവയിൽ പലതും അക്രമകാരികൾ. ഏതു നിമിഷവും കാട്ടാനകൾ ചവിട്ടിമെതിക്കുമെന്ന ഭീതിയിൽ കഴിയുന്ന നാട്ടുകാർ. ഇവരുടെ ആശങ്കകൾക്ക് പരിഹാരം കാണാൻ സർവകക്ഷി യോഗങ്ങൾക്ക് കഴിയാറില്ല. അമൃത ന്യൂസ്, ഇടുക്കി. ഇടുക്കി ചിന്നക്കനാൽ 301 കോളനി ആദിവാസി കുടുംബങ്ങൾക്ക് പതിച്ചു നൽകിയ 2002-ലെ AK ആന്റണി സർക്കാരിന്റെ തീരുമാനം തെറ്റായിരുന്നുവെന്ന് ഇടുക്കി DCC അധ്യക്ഷൻ CP മാത്യു. ഈ തീരുമാനമാണ് ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണം രൂക്ഷമാക്കിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അന്നത്തെ UDF സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചെന്നും DCC അധ്യക്ഷൻ ആരോപിക്കുന്നു. വിവിധ പദ്ധതികൾക്കായി കുടിയൊഴിപ്പിക്കപ്പെട്ടവരും സ്വന്തമായി ഭൂമിയില്ലാത്തവരുമായ ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ ചിന്നക്കനാൽ മേഖലയിൽ 1490 ഏക്കർ ഭൂമി പതിച്ചു നൽകാനായിരുന്നു 2002-ലെ AK ആന്റണി സർക്കാരിന്റെ തീരുമാനം. എന്നാൽ 810 ഏക്കർ ഭൂമി മാത്രമാണ് റവന്യൂ വകുപ്പിന് കണ്ടെത്താനായത്. 301 കുടുംബങ്ങൾക്ക് ചിന്നക്കനാൽ വില്ലേജിൽ സർവേ നമ്പർ 178-ൽ 1 ഏക്കർ വീതം ഭൂമി പതിച്ചു നൽകി. ഇതാണ് 301 കോളനി. കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ വിഹാരകേന്ദ്രമായിരുന്നു ഈ പ്രദേശം. ഇവിടം ജനവാസ മേഖലയായതോടെ കാട്ടാനകൾ പുറത്തായി. ഇവ ചിന്നക്കനാൽ, സിംഗുകണ്ടം, ശാന്തൻപാറ തുടങ്ങിയ ജനവാസ മേഖലകളിൽ താവളമാക്കി. കഴിഞ്ഞ 20 വർഷത്തിനിടെ ചിന്നക്കനാൽ മേഖലയിൽ 47 പേരെ കാട്ടാനകൾ കൊലപ്പെടുത്തി. 301 കോളനി ആദിവാസി കുടുംബങ്ങൾക്ക് പതിച്ചു നൽകാനുള്ള AK ആന്റണി സർക്കാരിന്റെ തീരുമാനമാണ് പ്രശ്നങ്ങൾക്ക് മുഖ്യ കാരണമെന്ന് DCC പ്രസിഡന്റ് CP മാത്യു ആരോപിക്കുന്നു. ആന സ്ഥിരമായി താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് 301 കോളനി. അത് അന്ന് AK ആന്റണി മുഖ്യമന്ത്രിയായ സന്ദർഭത്തിലാണ് അവിടെ ആളുകളെ
ഒരേക്കർ വെച്ചിട്ട് 301 പേർക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്. ആ തീരുമാനം ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ശുപാർശയുടെ പേരിൽ ഉണ്ടായ തീരുമാനമാണ്. 282 കുടുംബങ്ങൾക്കാണ് 301 കോളനിയിൽ പട്ടയം നൽകിയത്. ഇവിടെ 117 വീടുകൾ പണിതു. എന്നാൽ വന്യമൃഗശല്യത്തെ തുടർന്ന് പലരും വീടും സ്ഥലവും ഉപേക്ഷിച്ചുപോയി. ഇപ്പോൾ അവശേഷിക്കുന്നത് 30-ൽ താഴെ കുടുംബങ്ങൾ മാത്രം. 301 കോളനിയിൽ നിന്ന് അവശേഷിക്കുന്നവരെയും മാറ്റിപ്പാർപ്പിച്ച് ഇവിടം വനമാക്കി നിലനിർത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അമൃത ന്യൂസ്, ഇടുക്കി. ഭരണം മാറിയിട്ടും സർക്കാർ ആശുപത്രികളിലെ അനാസ്ഥയ്ക്ക് മാത്രം അറുതിയില്ല. സ്വന്തം കെട്ടിടത്തിലേക്ക് മാറിയെങ്കിലും ആലപ്പുഴ ഡെന്റൽ കോളേജിൽ വാങ്ങിയ 60 ലക്ഷം രൂപയുടെ അത്യാധുനിക നിലവാരമുള്ള മെഷീന്റെ പ്രവർത്തനം ഇതുവരെ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനു പുറമെ ഡോക്ടർമാർ കാണിക്കുന്ന അനാസ്ഥയിൽ ജനങ്ങൾ വലയുകയാണ്. ദിനം പ്രതി നിരവധി പരാതികളാണ് ആലപ്പുഴയിലെ ഈ ഡെന്റൽ കോളേജിൽ നിന്നുയരുന്നത്. ദിനം പ്രതി നൂറുകണക്കിന് രോഗികളെത്തുന്ന ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതിനാൽ ചികിത്സ വൈകുന്നത് പതിവ് കാഴ്ചയാണ്. സ്കാനിംഗ് മെഷീനുകൾ തകരാറിലായത് മൂലം സ്വകാര്യ സ്കാനിംഗ് സെന്ററുകളിൽ പോയി ഭീമമായ തുക നൽകി പരിശോധിച്ച് ഫലം വാങ്ങേണ്ടി വരുന്ന ഗതികേടിലാണ് രോഗികൾ. എക്സ്റേയുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ഭീമമായ തുക മുടക്കാനില്ലാത്ത സാധാരണക്കാർ ഇവിടെ ചികിത്സ തേടിയാലും അവരുടെ ജീവന് പോലും സുരക്ഷയില്ല എന്നതാണ് യാഥാർത്ഥ്യം. നീർക്കുന്നത്തെ വീട്ടമ്മയ്ക്കുണ്ടായ ദുരനുഭവമാണ് ഇതിൽ അവസാനത്തേത്. ഞങ്ങൾ 8 മണി കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് ഒരു 9:30-10 മണിയായപ്പോൾ വിളിച്ച് എൻ്റെ പല്ലെടുക്കാനായിട്ട് കയറി. പക്ഷേ നമ്മൾ അന്ന് എക്സ്റേ എടുത്തപ്പോഴേ ഡോക്ടർ പറഞ്ഞായിരുന്നു ഇത് ഇച്ചിരി പ്രശ്നമുള്ളതാണ്, അസ്ഥിയുടെ ഇടയ്ക്ക് കയറി ഞരമ്പായിട്ട് ജാമായിരിക്കുവാണ്, ഇത് അസ്ഥി പൊട്ടിച്ച് കീറിയൊക്കെ എടുക്കേണ്ടി വരുന്ന കേസാണെന്ന് അത് പറഞ്ഞ് അവർക്കറിയാവുന്ന. എന്നിട്ട് അവർ കുട്ടികളെ കൊണ്ട് പഠിക്കുന്ന പിള്ളേർക്ക് കൊടുത്തിട്ട് ഒരു 9:30 എന്നെ കയറ്റിയിട്ട് എൻ്റെ അപ്പുറം ഇപ്പുറം ഒക്കെ വന്നവരൊക്കെ എടുത്തിട്ടിട്ട് ഒരു 1:30 കഴിഞ്ഞിട്ടും എൻ്റെ പല്ലെടുത്തിട്ടില്ല. ശക്തമായ വേദന സഹിച്ച് മണിക്കൂറുകൾ കാത്തിരുന്നതിന് പുറമെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള പഠന വസ്തുവായി മാറുകയായിരുന്നു രഹന എന്ന വീട്ടമ്മ. എടുത്ത വഴി പല്ല് ഒടിഞ്ഞു പോയി 2-3 എന്നിട്ട് വേദന എടുക്കുന്നെന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും ഇങ്ങനെ കുത്തികളൊക്കെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. അതിനിടയ്ക്ക് എനിക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്ന കണക്കായി, തലകറങ്ങുന്ന കണക്കായപ്പോൾ അത് ഞാൻ പറഞ്ഞു അതിനപ്പോൾ ഇച്ചിരി റെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കിടത്തിയിട്ട് വീണ്ടും അവർ ചെയ്തു. പിന്നെ അത്രയും ഒരു 1:30 കഴിഞ്ഞപ്പോൾ അത്രയും സഹിട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എൻ്റെ പല്ല് എടുക്കണ്ട, എനിക്ക് ഇത്രയും വേദന എടുക്കാൻ പറ്റുന്നില്ല, ഇവിടുത്തെ എല്ല് പൊട്ടുന്ന പോലെ ആയിരിക്കുവാണ്, എൻ്റെ പല്ലിനെ എടുക്കട്ടെ, ഇത്രയും സമയം ക്ഷമിച്ചില്ലേ, ഇനി പറ്റത്തില്ല എന്നും പറഞ്ഞ് അവിടെ ഇറങ്ങി. വേദനയ്ക്ക് നൽകിയ ഇഞ്ചക്ഷൻ പോലും ശരിയായ നിലയിൽ പ്രവർത്തിച്ചില്ല. ഒടുവിൽ എടുക്കാൻ വന്ന പല്ലൊടിഞ്ഞ വേദന കടുത്തതോടെ ഇവർ ചികിത്സ ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു. ഡോക്ടർമാരുണ്ടായിരുന്നു, 3 പേരവിടെ ഉണ്ടായിരുന്നിട്ട് അവരാരും ഒന്നും വന്ന് നോക്കില്ല. എന്നാൽ അവർക്ക് അറിയാവുന്ന കാര്യമാണ് ഇതിങ്ങനെ കുഴപ്പമുള്ള കേസാണ്, അവരാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. എന്നിട്ട് അവർ അത് നോക്കാതെ കൊണ്ട് നമ്മളായിട്ട് കഷ്ടപ്പെടുത്തിയിട്ട് പകുതി പറിച്ച് വെച്ചിട്ട് ചോര വന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് പകുതി പറിച്ച് വെച്ച രീതിയിലാക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് പോന്നു വെച്ച്. പിന്നെ നമ്മൾ പൈസ ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ സർക്കാർ ആശുപത്രിയിലേക്ക് ചെല്ലുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ വേദന സഹിക്കുമായാൽ പിന്നെ നമ്മൾ പ്രൈവറ്റിൽ പോയി എടുത്ത് പൈസ കൊടുത്ത് എടുക്കേണ്ടി വന്നു. പണമില്ലാത്തതിന്റെ പേരിൽ സർക്കാർ ആശുപത്രികളെ സമീപിക്കേണ്ടി വരുന്ന സാധാരണക്കാരന്റെ ഗതികേടിന് പകരം നൽകേണ്ടി വരുന്നത് അവരുടെ വിലപ്പെട്ട ജീവൻ തന്നെയോ? മറുപടി പറയേണ്ടത് ഉത്തരവാദിത്വ ബോധമില്ലാതെ ഭരണം കൈയാളുന്നവരാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ. ലോകകപ്പ് ഫുട്ബോളിന് നാളെ തുടക്കം. ആഗോള സംഗീത രംഗത്തെ വമ്പൻ താരങ്ങളെയൊക്കെ അണിനിരത്തിയാണ് ഫുട്ബോൾ മാമാങ്കത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുക. ആദ്യ മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഇന്ത്യൻ സമയം അർദ്ധരാത്രി 12:30 മത്സരം നടക്കുക. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ഉദ്ഘാടന ചടങ്ങ് ഗംഭീരമാക്കാൻ പോപ്പ് താരം ഷക്കീറ, ടൈല എന്നിവരടങ്ങുന്ന പ്രമുഖ ഗായകരാണ് അണിനിരക്കുന്നത്. പ്രത്യേക മൾട്ടി ട്രാക്ക് മ്യൂസിക് പ്രോജക്റ്റുകളും മെഗാ ആൽബവും ഫിഫ സജ്ജമാക്കിയിട്ടുണ്ട്. വൈവിധ്യമാർന്ന പ്രമേയങ്ങളിൽ 3 വ്യത്യസ്ത വേദികളിലായിട്ടാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക. അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായി അരങ്ങേറുന്ന ലോകകപ്പിന്റെ 23ാം പതിപ്പിനാണ് തുടക്കമാകുന്നത്. 48 ടീമുകൾ, 12 ഗ്രൂപ്പുകൾ, 1248 താരങ്ങൾ, 16 വേദികൾ, 104 മത്സരങ്ങൾ. മെക്സിക്കോ ഇത് 3ാം തവണയാണ് ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകുന്നത്. അമേരിക്ക 2ാമതും. 1994 അമേരിക്ക അവസാനമായി ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത്. കാനഡ ഇതാദ്യമായിട്ടാണ് ടൂർണമെന്റിന്റെ ആതിഥേയത്വം വഹിക്കുന്നത്. ഇത്തവണ ലോകകപ്പിൽ 32 പകരം 48 ടീമുകൾ മാറ്റുരയ്ക്കും. 12 ഗ്രൂപ്പുകളിലെ ആദ്യ 2 സ്ഥാനക്കാരും ഏറ്റവും മികച്ച 8 മൂന്നാം സ്ഥാനക്കാരും നോക്കൌട്ട് റൗണ്ടിന്റെ തുടക്കമായ റൗണ്ട് ഓഫ് 32ൽ മത്സരിക്കും.
പിന്നീട് 16 ടീമുകളുടെ പ്രീ ക്വാർട്ടർ, അതിനുശേഷം ക്വാർട്ടർ, സെമി എന്നിവ നടക്കും. ജൂലൈ 19 കലാശ പോരാട്ടം. ഉദ്ഘാടന മത്സരം മെക്സിക്കോ സിറ്റിയിലെ ബെനോട്ടോ സ്റ്റേഡിയത്തിലും ഫൈനൽ ന്യൂജേഴ്സിയിലെ ഈസ്റ്റ് റൂദർഫോർഡിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലും നടക്കും. ഗ്രൂപ്പ് എയിലെ ആദ്യ മത്സരത്തിൽ സഹ ആതിഥേയരായ മെക്സിക്കോ ബെനോർട്ടെ സ്റ്റേഡിയത്തിൽ ദക്ഷിണാഫ്രിക്കയെ നേരിടും. നാളെ അർദ്ധരാത്രി ഇന്ത്യൻ സമയം 12:30 മത്സരം. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇത്തവണത്തെ ഫിഫ ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സമ്മാന തുകയാണ് നൽകുന്നത്. കിരീടം നേടുന്ന ചാമ്പ്യന്മാർക്ക് മാത്രം ഫിഫയിൽ നിന്ന് $50 മില്യൺ, ഏകദേശം 417 കോടി 50 ലക്ഷം രൂപയാണ് സമ്മാന തുകയായി ലഭിക്കുക. ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്താകുന്ന ടീമുകൾക്ക് പോലും കോടികൾ പ്രതിഫലമായി ലഭിക്കും. ചരിത്രത്തിലാദ്യമായി 32 ടീമുകൾക്ക് പകരം 48 ടീമുകളാണ് ഇത്തവണ ലോകകപ്പിൽ മാറ്റുരയ്ക്കുന്നത്. മത്സരങ്ങളുടെ എണ്ണം 64 നിന്നും 104 ഉയർന്നു. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്നതിനാൽ സ്പോൺസർഷിപ്പ്, പരസ്യ വരുമാനത്തിലുണ്ടായ വർധനവ് എന്നിവയാണ് സമ്മാനത്തുക ഇത്രയും ഉയരാൻ കാരണം. 2026 ലോകകപ്പിൽ ആകെ $655 മില്യൺ സമ്മാനത്തുകയായി ഫിഫ നീക്കിവച്ചിരിക്കുന്നത്. ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ടീമുകൾക്ക് മറ്റ് ചിലവുകൾക്കായി നൽകുന്ന തുക കൂടി ഉൾപ്പെടുത്തുമ്പോൾ മൊത്തം സാമ്പത്തിക പാക്കേജ് $727 മില്യൺ, ഏകദേശം 7400.09 കോടി രൂപ വരും. കപ്പിൽ മുത്തമിടുന്ന ചാമ്പ്യന്മാർക്ക് മാത്രം ഫിഫയിൽ നിന്നും $50 മില്യൺ, ഏകദേശം 417.50 കോടി രൂപ സമ്മാനത്തുകയായി ലഭിക്കും. ഇതോടൊപ്പം ടൂർണമെന്റ് തയ്യാറെടുപ്പുകൾക്കായി നൽകുന്ന $1.5 മില്യൺ കൂടി ചേരുമ്പോൾ ജേതാക്കൾക്ക് ആകെ ലഭിക്കുക $51.5 മില്യൺ ആയിരിക്കും. രണ്ടാം സ്ഥാനത്തെത്തുന്ന ടീമിന് ആകെ ലഭിക്കുക $34.5 മില്യൺ, ഏകദേശം 288.075 കോടി രൂപയായിരിക്കും. മൂന്നാം സ്ഥാനക്കാർക്ക് $30.5 മില്യണും, അതായത് 254.675 കോടി രൂപ. നാലാമതെത്തുന്നവർക്ക് $28.5 മില്യണാണ്, ഏകദേശം 237.975 കോടി രൂപ. ക്വാർട്ടർ ഫൈനലിൽ കയറുന്ന ടീമുകൾക്ക് $20.5 മില്യനും പ്രീ ക്വാർട്ടറിൽ വരുന്ന ടീമുകൾക്ക് $12.5 മില്യൺ എന്നിങ്ങനെയാണ് സമ്മാനത്തുകകളായി ലഭിക്കുക. ടൂർണമെന്റിൽ നിന്നും തോറ്റു പുറത്തായാലും കോടികൾ ഉറപ്പാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്താകുന്ന ടീമുകൾക്ക് പോലും ഇത്തവണ വൻ തുകയാണ് ലഭിക്കുന്നത്. ടൂർണമെന്റിൽ 33 മുതൽ 48 വരെയുള്ള സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യുന്ന ടീമുകൾക്ക് $9 മില്യൺ സമ്മാനത്തുകയായും $1.5 മില്യൺ തയ്യാറെടുപ്പിനുള്ള തുകയായും ലഭിക്കും. അതായത് മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു ടീമിന് കുറഞ്ഞത് $10.5 മില്യൺ ഉറപ്പായും സ്വന്തമാക്കാം. ഇപ്പോഴത്തെ നിലവാരമനുസരിച്ച് ഇന്ത്യൻ രൂപയിൽ ഇത് 87.675 കോടി രൂപയാണ്. ഇത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളിലെ ഫുട്ബോൾ അസോസിയേഷനുകൾക്ക് വലിയ സഹായകരമാകും. അതേസമയം ലഭിക്കുന്ന കോടികൾ കളിക്കാർക്ക് മാത്രമായി ലഭിക്കില്ല. പകരം ഓരോ രാജ്യത്തെയും ഫുട്ബോൾ അസോസിയേഷനുകൾക്കാണ് പണം കൈമാറുക. ഈ തുകയിൽ നിന്ന് കളിക്കാർക്കുള്ള ബോണസ്, കോച്ചിംഗ് സ്റ്റാഫിന്റെ ശമ്പളം, യാത്രാ ചിലവുകൾ, ആഭ്യന്തര ഫുട്ബോൾ വികസനം എന്നിവയ്ക്കായി അസോസിയേഷനുകൾക്ക് പണം വിനിയോഗിക്കാം. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ലോകകപ്പിനെ പ്രത്യേകിച്ച് വടക്കൻ കേരളം വലിയ ഒരു പ്രത്യേക ആവേശത്തോടെയാണ് വരവേൽക്കാറുള്ളത്. ലോകകപ്പിനെ വരവേൽക്കാൻ താരങ്ങളുടെ കട്ടൗട്ട് പോരാട്ടവുമായി കോഴിക്കോട്ടെ ഫുട്ബോൾ പ്രേമികളും. ഓമശ്ശേരി അമ്പലക്കണ്ടി വയലിലാണ് മെസ്സി, റൊണാൾഡോ, നെയ്മർ തുടങ്ങി വിശ്വവിഖ്യാത താരങ്ങളുടെ 25 അടിയിൽ തുടങ്ങി 35 അടി വരെയുള്ള കട്ടൗട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. അമ്പലക്കണ്ടിപ്പാടത്ത് കട്ടൌട്ട് യുദ്ധത്തിന് ആദ്യം തിരികൊളുത്തിയത് പോർച്ചുഗൽ ആരാധകരാണ്. തങ്ങളുടെ പ്രിയതാരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ 25 അടി ഉയരമുള്ള ഫ്ലെക്സ് ഉയർത്തിക്കൊണ്ടാണ് CR7 ഫാൻസ് കളി തുടങ്ങിയത്. എന്നാൽ ഒട്ടും വിട്ടുകൊടുക്കാൻ ഭാവമില്ലാത്ത ബ്രസീൽ ഫാൻസ് തൊട്ടു പിന്നാലെ കളം പിടിച്ചു. റൊണാൾഡോയേക്കാൾ 10 അടി കൂട്ടിവെച്ച് നെയ്മറുടെ 35 അടി ഉയരമുള്ള കൂറ്റൻ കട്ടൌട്ട് പാടത്ത് പ്രദർശിച്ചുകൊണ്ട് കാനറിപ്പട കരുത്തുകാട്ടി. ഇതോടെ അർജന്റീന ആരാധകർ വെറുതെ ഇരുന്നില്ല. ലയണൽ മെസ്സിയുടെ 30 അടി ഉയരമുള്ള കൂറ്റൻ കട്ടൌട്ട് കൂടി അമ്പലക്കണ്ടിപ്പാടത്ത് ഉയർന്നതോടെ ലോക ഫുട്ബോളിലെ 3 വമ്പന്മാരും ഇപ്പോൾ ഇവിടെ നേർക്കുനേർ നിൽക്കുകയാണ്. ഫാൻസ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുക അർജന്റീനക്കും ബ്രസീലിനേക്കും. ഞങ്ങൾ 10-12 ആളേ ഉള്ളൂ, പക്ഷേ 10-12 ആള് ഫാൻസ് ഉണ്ട്. സെനഗലിന് വരെ ഇവിടെ ഫാൻസ് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം.
ഏതൊക്കെ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നു അത്രത്തോളം ടീമിനെ ഇവിടെ എല്ലാ ആൾക്കാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടീമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഓരോ ആൾക്കാർ ഇപ്പോൾ നിന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു ഫുട്ബോൾ മയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അമ്പലക്കണ്ടി. നെതർലാൻഡിനും ആഫ്രിക്കൻ കരുത്തരായ സെനഗലിനും വരെ ഇവിടെ കടുത്ത ആരാധകരുണ്ട്. ടീമുകൾ തമ്മിൽ പാടത്ത് വാശിയേറിയ മത്സരമാണെങ്കിലും ഇവിടത്തെ കായിക പ്രേമികൾ ഒരേ മനസ്സോടെയാണ് ഈ ഫുട്ബോൾ മാമാങ്കത്തെ വരവേൽക്കുന്നത്. ലോകകപ്പ് നടക്കുന്ന അങ്ങ് അമേരിക്കയിലാണെങ്കിലും അതിന്റെ ആവേശം ഇങ്ങ് ഓമശ്ശേരിയിലാണ്. ഈ ഓമശ്ശേരിയിലെ വയലോരങ്ങളിൽ കട്ടൗട്ട് ഉയർത്തി ആരാധകർ ഒപ്പം നിൽക്കുകയാണ് കളിയെ വരവേൽക്കാൻ. ക്യാമറമാൻ ദീപുവിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്. ഫുട്ബോൾ വേൾഡ് കപ്പ് അടുത്തിരിക്കെ സ്വന്തം കട തന്നെ രാജ്യങ്ങളുടെ കൊടികളും പത്രശേഖരങ്ങൾ കൊണ്ടൊക്കെ അലങ്കരിച്ചിരിക്കുകയാണ് കോഴിക്കോട് സ്വദേശി ശിവദാസൻ. ഫുട്ബോളിനോടുള്ള പ്രാന്തമായ ഇഷ്ടമാണ് മനോഹരമായ കളക്ഷൻ ഒരുക്കാൻ കാരണം. എല്ലായിടത്തും ഫുട്ബോൾ ആവേശം അലതൽകുകയാണ്. സ്വന്തം കടയിൽ തന്നെ വിവിധ കൊടികളും അതുപോലെ തന്നെ പത്രക്കുറിപ്പുകളൊക്കെ വെച്ച് അലങ്കരിച്ചിരിക്കുകയാണ് കോഴിക്കോട്ടെ ശിവദാസേട്ടൻ. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ശിവദാസേട്ടൻ. ഫുട്ബോളിനോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ട് സ്വന്തം കടയിൽ തന്നെ ഫുട്ബോളിന്റെ ഓർമ്മകൾ സൃഷ്ടിച്ച വ്യക്തി. ബ്രസീൽ, പോർച്ചുഗൽ, അർജന്റീന എന്നിങ്ങനെ നിരവധി രാജ്യങ്ങളുടെ കൊടികൾ കൊണ്ട് കട അലങ്കരിച്ചിട്ടുണ്ട്. കൂടാതെ ലോകകപ്പ് ഉയർത്തി നിൽക്കുന്ന മെസ്സിയും മറ്റ് താരങ്ങളും. കടുത്ത അർജന്റീന ഫാൻ കൂടിയാണ് ശിവദാസേട്ടൻ. ഹോട്ടലിന് മുന്നിൽ ഫുട്ബോളിൽ സ്ക്രീൻ വരുന്നുണ്ട്. അപ്പം അതോടനുബന്ധിച്ചിട്ട് പിന്നെ കുറച്ച് ഫുട്ബോൾ പ്രേമികൾക്ക് ഇതിനോട് കൂടുതൽ താല്പര്യം കിട്ടുമല്ലോ ഹോട്ടലിൽ വരുമ്പോഴും കാണുമ്പോഴൊക്കെ. പിന്നെ ഈ ഫുട്ബോളിൽ എനിക്ക് എൻ്റെ ലോഹിക്കാരൻ കുറച്ച് പേപ്പർ തന്നി, അതിൽ കുറച്ച് ഫ്രാൻസിൻ്റെയൊക്കെ ആദ്യം കിട്ടി. പിന്നെയാണ് വരെ ഫുട്ബോൾ ബ്രസീലിൻ്റെ അത് ശേഖരിക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ഫുട്ബോളിനെ സംബന്ധിച്ച് ഓരോന്ന് ശേഖരിക്കാൻ തുടങ്ങി. 2002 വേൾഡ് കപ്പ് ഉയർത്തുന്ന ബ്രസീൽ താരങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുന്ന പത്രങ്ങളും ഇതിലുണ്ട്. ഓരോ രാജ്യങ്ങളുടെ പേരെഴുതിയ കണ്ണടകളും അദ്ദേഹത്തിന്റെ കളക്ഷനിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതല്ലാതെ വീട് തന്നെ കൗതുക വസ്തുക്കൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് അദ്ദേഹം. ക്യാമറമാനെ അനുരാഗിനൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്. ഇനി ഓഹരി വിപണിയുടെ വിലയിരുത്തലാണ്. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുന്നുണ്ട്. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിപണിയിൽ എന്ത് പ്രതീക്ഷിക്കാം? ഇന്ന് നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ഇന്നലെ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. മാത്രമല്ല നല്ല രീതിയിലുള്ള നിക്ഷേപ താല്പര്യം കാണുകയും ചെയ്തു. വിപണിയിലെ ഏറ്റക്കുറച്ചിൽ സൂചിക്കുന്ന ഇന്ത്യ വിക്സ് സൂചികയിൽ വലിയ തോതിലൊരു ഇടിവ് രേഖപ്പെടുത്തി. ഇത് കാണിക്കുന്നത് വരും ദിവസങ്ങളിൽ വിപണിയിൽ നേരിയ തോതിലെങ്കിലും നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്നുള്ളതാണ്. ആശങ്കകൾ ഒഴിഞ്ഞു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഇന്നലത്തെ വിപണിയിലെ വ്യാപാരം. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വലിയ തോതിൽ വിൽപ്പന തുറന്നെങ്കിൽ കൂടിയും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ മികച്ച ഇടപെടൽ വിപണിയെ മുന്നോട്ട് നയിക്കുന്നതിന് പ്രേരിപ്പിക്കുകയും ചെയ്തു. എന്തായാലും വരും ദിവസങ്ങളിലും ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. 23,100 എന്നുള്ള നിലവാരമാണ് മുൻനിര സൂചികയായി നിഫ്റ്റിക്ക് അടിസ്ഥാന നിലവാരമായി കണക്കാക്കുന്നത്. ആ നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കുന്നിടത്തോളം വിപണിയിൽ മുന്നേറ്റം തുടർന്നേക്കും എന്നുള്ള സൂചനയുമുണ്ട്. മാത്രമല്ല 23,500 എന്ന നിലവാരമായിരിക്കും പ്രതിരോധ നിലവാരമായി പ്രവർത്തിക്കുക. ആ ഒരു നിലവാരത്തിന് മുകളിൽ മറികടന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ വിപണിയിൽ തുടർച്ചയായി മുന്നേറ്റം നടക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ആഗോള സാഹചര്യങ്ങൾ തൃപ്തികരമായി തന്നെ തുടരുന്നു. ഒപ്പം തന്നെ US-ഉം ഇറാനും തമ്മിലുള്ള സമാധാന കരാർ ഉടൻ നിലവിൽ വന്നേക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും വിപണിയിലുണ്ട്. അതിൻ്റെ സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിക്കുകയും ചെയ്തു. എണ്ണവിലയിലുണ്ടായിട്ടുള്ള ഇടിവും ഒരു പരിധിവരെ വിപണിയെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. $93 താഴേക്ക് എണ്ണവില ഇന്നലെ എത്തിയിരുന്നു. ഇതെല്ലാം കാണിക്കുന്നത് വിപണിയിൽ ഒരു തിരിച്ചുകയറ്റം ഉണ്ടായേക്കുമെന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു നിക്ഷേപം വിപണി തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. എന്തായാലും ഇന്ന് നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ആ നേട്ടം നിലനിൽക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് വിപണിയിലുള്ളത്. ശരി, ഇന്ന് ഓഹരി വിപണി നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ഇന്നത്തെ വിപണി പ്രതീക്ഷ പങ്കുവച്ചത് ഓഹരി വിദഗ്ധൻ, ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപാണ്. ദിനേശ് തേങ്ങാപ്പാലിന്റെ ഗുണമേന്മ ഇനി അമേരിക്കയിലും. ആദ്യഘട്ടത്തിൽ 2000 ലിറ്റർ തേങ്ങാപ്പാൽ കയറ്റി അയച്ചു. കണ്ണൂർ പയ്യാമ്പലം ദിനേശ് സൂപ്പർ മാർക്കറ്റ് പരിസരത്ത് കേരള ദിനേശ് ചെയർമാൻ MK ദിനേശ് ബാബു ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. 20 കോടി രൂപയുടെ വരുമാനമാണ് തേങ്ങാപ്പാലിൽ മാത്രം ദിനേശ് ലക്ഷ്യം വെക്കുന്നത്. യാതൊരു മായവും ചേർക്കാതെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന ഈ തേങ്ങാപ്പാൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നും എക്സ്പോർട്ട് ടീമും ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട്.
അടുത്ത് ചൈനയിൽ നിന്ന് സമീപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സമീപിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ് ദിനേശിൻ്റെ തേങ്ങാപ്പാൽ അമേരിക്കയിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഈ കമ്പനി നമ്മളെ സഹായിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഞങ്ങൾ ഇന്നത് അമേരിക്കയിലേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പുമായിട്ടാണ് മുന്നോട്ട്. കൊട്ടിയൂരിലെത്തുന്ന ഭക്തർക്ക് സേവനങ്ങൾ ഒരുക്കി ധനലക്ഷ്മി ബാങ്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ATM കൗണ്ടർ ആരംഭിച്ചു. നെറ്റ്വർക്ക് കുറവ് മൂലം ഡിജിറ്റൽ പേയ്മെന്റുകൾ നടക്കാതെ വരുമ്പോൾ ATM കൗണ്ടറിന്റെ പ്രവർത്തനം സഹായകരമാവുകയാണ്. മലബാറിലെ ഏറ്റവും പ്രശസ്തമായ കൊട്ടിയൂർ ദേവസ്വമായിട്ട് ധനലക്ഷ്മി ബാങ്കിനെ അസോസിയേറ്റ് ചെയ്യാൻ ഇക്കൊല്ലം വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ ഇവിടെ ഈ കൊട്ടിയൂർ ആദ്യമായിട്ട് നമ്മളൊരു ATM ഫെസിലിറ്റി, അത് ഒരുപാട് ഭക്തരുടെ ഒരു ആവശ്യമായിരുന്നു. കാരണം ഇവിടെ പലപ്പോഴും മൊബൈലിൻ്റെ റേഞ്ചും അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രോഡക്ട്സ് നമുക്ക് പലപ്പോഴും ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഒരു ATM വളരെ അത്യാവശ്യമായിരുന്നു. അപ്പോൾ ധനലക്ഷ്മി ബാങ്ക് സന്തോഷപൂർവ്വം ഒരു പ്രധാനമായിട്ട് ആ ഒരു ദൗത്യം ഏറ്റെടുത്ത് നമ്മളൊരു ATM ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഒരുപാട് ആൾക്കാർ അത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്കി QR കോഡും അതുപോലെ തന്നെ ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് ദേവസ്വമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ധനലക്ഷ്മി ബാങ്കിൽ. സാന്ത്വന പരിചരണ ചികിത്സാ രംഗത്ത് വലിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ച് മലബാർ ഗ്രൂപ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിനുമായി കൈകോർത്ത് മലബാർ കെയർ യൂണിറ്റ് എന്ന പേരിലാണ് പുതിയ പദ്ധതി നടപ്പാക്കുന്നത്. സാന്ത്വന പരിചരണ പരിശീലനത്തിലും ചികിത്സാ സേവനങ്ങളിലും മലബാർ ഗ്രൂപ്പിന്റെ വിപുലമായ ശൃംഖലയും സ്വാധീനവും പ്രയോജനപ്പെടുത്തി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ആഗോളതലത്തിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും. പദ്ധതിയുടെ ഭാഗമായി ധാരണാപത്രത്തിൽ മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റ് മെഡിസിൻ ഡയറക്ടർ ഡോക്ടർ സുരേഷ് കുമാറും ഒപ്പുവെച്ചു. CSR മേഖലയിൽ വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ട് സാന്ത്വന പരിചരണ പരിശീലന രംഗത്ത് മുന്നേറ്റം സൃഷ്ടിക്കാനാണ് മലബാർ ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നതെന്ന് ചെയർമാൻ MP അഹമ്മദ് പറഞ്ഞു. അവർക്ക് ആർക്കെങ്കിലും ഏതൊക്കെ രീതിയിൽ ഇതിപ്പോൾ ഡോക്ടർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഡിജിറ്റൽ കണക്ടിവിറ്റിയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് കോവിഡിന് ശേഷമൊക്കെ ഈ ഡിജിറ്റൽ ഏരിയയിൽ ഒരുപാട് വികാസം വന്നിട്ടുണ്ട്. ഇതിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തണമെങ്കിൽ ലോകത്ത് ഏത് ഭാഗത്തുള്ള ഡോക്ടർമാരെ ട്രെയിൻ ചെയ്യാം. അതുപോലെ പേഷ്യൻസിന് ലോകത്ത് ഏത് ഭാഗത്തുള്ള പേഷ്യൻസിന് എത്തിപ്പെടാം. അപ്പോൾ അതിനുള്ള ഒരു വലിയ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു ആലോചനയാണ്. അപ്പോൾ അതിൽ നമ്മുടെ കൂടെ ഈ ഒരു മലബാർ പോലെയുള്ള ഒരു ശക്തമായ ഒരു ഗ്രൂപ്പിൻ്റെ സഹകരണം ഉണ്ടെങ്കിൽ നമുക്കിത് ഏത് ലെവലിലേക്ക് വേണമെങ്കിലും എത്തിക്കാൻ പറ്റും. അതാണ് നമ്മളുടെ ഒരു ആഗ്രഹം. സ്കൂളിന്റെ ചുമരിൽ കൂട്ടുകാർക്കായി വർണ്ണം തീർക്കുകയാണ് കാവശ്ശേരി KCP സ്കൂളിലെ വിദ്യാർത്ഥിനി N നസ്ലി. അധ്യാപികയോട് തമാശയ്ക്ക് പറഞ്ഞ ആഗ്രഹം സഫലമായതിന്റെ സന്തോഷത്തിലാണ് ഈ 10ാം ക്ലാസ്സുകാരി. സ്കൂൾ കലോത്സവങ്ങളിൽ നിരവധി സമ്മാനങ്ങൾ ഈ മിടുക്കി നേടിയിട്ടുണ്ട്. ടീച്ചറെ, ഇതുപോലെ ചുമരിൽ ചിത്രം വരച്ചാൽ എത്ര രൂപ കിട്ടും? സ്കൂൾ ചുമരിൽ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ ചിത്രം വരയ്ക്കുന്നത് കണ്ടപ്പോൾ നസ്ലി ടീച്ചറോട് ചോദിച്ച ചോദ്യമാണ് ഈ ചുമരുകളിൽ കാണുന്നത്. നസ്ലി തമാശയ്ക്ക് ചോദിച്ച ചോദ്യം പക്ഷേ ആർഷ ടീച്ചർ അങ്ങ് കാര്യമായി എടുത്തു. ഇക്കാര്യം അധ്യാപകരെയും സ്കൂൾ മാനേജരെയും അറിയിച്ചപ്പോൾ അവർക്കും 100 വട്ടം സമ്മതം. അങ്ങനെ തന്റെ സ്കൂളിനായി, തന്റെ കൂട്ടുകാർക്കായി നസ്ലി സ്കൂളിന്റെ ചുമരുകൾ വർണ്ണത്തിൽ പൊതിഞ്ഞു. എന്നെ പഠിപ്പിച്ച ഒരു സാർ ഇവിടെ വരച്ചിട്ടുണ്ടായിരുന്നു, ട്രെയിനിങ് സാറാണ്. അത് കണ്ടപ്പോൾ ഞാൻ ടീച്ചറിൻ്റെ അടുത്തൊന്ന് ചോദിച്ചു, ഇതിനെത്ര വരും? അത് ഞാൻ തമാശയ്ക്ക് ചോദിച്ചാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഇങ്ങനെ ഒന്ന് വരയ്ക്കാൻ പറ്റുമോ ചോദിച്ചു. ചെറിയ പ്രായത്തിൽ ചിത്രകഥകളിലെ കഥാപാത്രങ്ങളെ ഈ കൊച്ചുമിടുക്കി അതേപടി പകർത്തുമായിരുന്നു. ഇതേ തുടർന്നാണ് നസ്ലിയുടെ ചിത്രരചനയിലെ വാസന മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞത്. ഭാര്യ ബാലരമ വഹിക്കുമായിരുന്നു. അപ്പോൾ അതിലൊരു പിക്ചർ ഇവളിങ്ങനെ കണ്ടിട്ട് വരയ്ക്കും. അപ്പോൾ കളിക്കുടുക്ക വേണം പറഞ്ഞിട്ട് ഞങ്ങൾ പോകുമ്പോഴൊക്കെ പറയും, എല്ലാ ആഴ്ചയിലെ കളിക്കുടുക്ക ഞാൻ മേടിച്ചു കൊടുക്കുമായിരുന്നു. 6ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒക്കെ വരയ്ക്കാൻ പോകണം പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ വടക്കഞ്ചേരി പനദാനം പറഞ്ഞ ഒരു ട്യൂട്ടോറിയൽ കൊണ്ടാക്കി. നല്ല രീതിയിൽ അവൾ വരച്ചു. അവളുടെ ഓരോ ദിവസവും വരയിൽ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. തമാശയിലൂടെ പറഞ്ഞത് ഇപ്പോൾ ആർഷ ടീച്ചറായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വരയ്ക്കാൻ ഇടയാക്കി. പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട വിദ്യാർത്ഥിയുടെ ആഗ്രഹം സഫലമാക്കാൻ അധ്യാപകരും മാനേജ്മെന്റും ഒപ്പം നിന്നതോടെ സ്കൂളിനും അഭിമാന നിമിഷമായി. ടീച്ചർ ഈ ചിത്രം വരച്ച എത്ര രൂപ കിട്ടും, അതായിരുന്നു അവളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു ഉണ്ട്. പറഞ്ഞപ്പോൾ ശരി, ഞാനത് പിന്നീട് എനിക്കൊരു സന്ദർഭം ഒത്തുവരണമായിരുന്നു. നമ്മളുടെ മാനേജറായി സംസാരിക്കാനിടയായി. അപ്പോൾ സ്കൂൾ ചുമരിലെ ചിത്രങ്ങൾ എന്ന ഒരു ആശയം വരികയും അങ്ങനെ അവളെ അതിനായിട്ട് ഞാനൊന്ന് സാറോട് റെക്കമെൻഡ് ചെയ്തു. സാർ അത് സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് അവൾ ചുമർ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. പാലക്കാട് ജില്ലാ ലൈബ്രറിയുടെ ചിത്ര പ്രദർശനങ്ങളിലും നസ്ലിയുടെ ചിത്രങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, പാലക്കാട്. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. സൂപ്പർ ഹിറ്റുകളുടെ സംവിധായകൻ പി ഭാരതി രാജ അന്തരിച്ചു. 6 തവണ ദേശീയ പുരസ്കാരം നേടിയ പ്രതിഭയാണ് വിടവാങ്ങുന്നത്. വിശദമായ വാർത്തകൾ കാണാം അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ. നമസ്കാരം.